ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ, അതേപോലെ തന്നെ വയർമാൻ ട്രേഡ്, ഇതിൻ്റെ കൂടെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം സെപ്റ്റംബറിന് ശേഷമുള്ള PSC കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ചെറിയ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയും, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ നോക്കണം, എന്ത് നോക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. അതല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമാണ് നമ്മളുടെ മുമ്പിൽ വരാൻ പോകുന്ന എക്സാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു എക്സാം സെപ്റ്റംബർ മാസത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അറ്റ് ദ ഏർലിയസ്റ്റ്, ഏറ്റവും ഫസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സമയം നമ്മൾ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ്. അത് ആദ്യത്തെ ഡേറ്റിൽ നമ്മൾ സെപ്റ്റംബറിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15-നാണ്. മെയ് 15 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ വരെ ഏകദേശം നമുക്ക് 6 മാസക്കാലം നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. 6 മാസക്കാലം നമുക്കിപ്പോൾ നിലവിൽ എക്സാം പഠിക്കാനുള്ള സമയമുണ്ട്. ഈ 6 മാസക്കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലമാണ്. പക്ഷേ ഈ ഒരു സമയം വളരെ എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ കയ്യിൽ 6 മാസം കയ്യിലുണ്ടെങ്കിലും നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു സിലബസ് നമുക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ എന്ന് പറയുന്ന ഒരു സിലബസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു അസംഷൻ സിലബസ് മാത്രമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏത് സിലബസ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കഴിഞ്ഞ മാസം 30-ാം തീയതി നടന്ന എക്സാം എന്ന് പറയുന്നത് ITI ലെവലുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് IT ലെവൽ സിലബസ് ആണ്. അപ്പോൾ ആ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ഈ ഒരു സെറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാമുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്ലോമ ബേസിൽ ഏറ്റവും അവസാനം നടന്ന ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം കുറച്ച് കാലം മുമ്പ് KSC നടത്തിയിരുന്നു. ആ ഒരു എക്സാമിൻ്റെ സിലബസ് ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 3 മാസത്തിന് ശേഷം, എക്സാമിൻ്റെ 3 മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് എക്സാം ഫൈനൽ കലണ്ടർ വന്ന ശേഷം ആ ഫൈനൽ കലണ്ടറിൽ നമുക്ക് സിലബസ് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ പുതിയ സിലബസിൽ എന്താണോ നമുക്ക് ബാക്കിയുള്ളത് അത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ ഒരു സാഹചര്യമാണുള്ളത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ITI സിലബസ് വെച്ചിട്ട് കാര്യമില്ല, ഡിപ്ലോമ സിലബസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സിലബസിലായിരിക്കണം നമ്മളുടെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ പോവേണ്ടത്. അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അപ്പോൾ ഈ ഒരു സിലബസിൽ നമ്മളെ മുമ്പ് ITI ലെവൽ സിലബസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ എക്സ്ട്രാ ഉണ്ട്. അതൊരു ഏകദേശം കാര്യം പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ, ഒന്ന് സർക്യൂട്ട്സ് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് തിയറംസ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മെഷർമെൻറ്റ്സ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, പവർ സിസ്റ്റം ഉണ്ട്, മെഷീൻസ് ഉണ്ട്, ഈ ഇലക്ട്രോളിസിസ് ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സിൽ അനലോഗ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ കുറച്ച് മൈക്രോ പ്രോസസ്സറും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും. ഇത്രയും ആണ് നമുക്ക് ഈ ഒരു സിലബസിൽ ഉണ്ടായിരുന്നത്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഏകദേശം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സിലബസ് മുഴുവനായിട്ട് വന്ന ശേഷം നമുക്ക് 3 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഒരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിമി ആണ് നമ്മൾ ITI ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിമി ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് എന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം ആ എക്സാം ഇപ്പം ഏപ്രിൽ 30 നടന്ന എക്സാം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100% ചോദ്യങ്ങളും നിമിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നിമിയുടെ ടെക്സ്റ്റ് മാത്രം മതിയായിരുന്നു നമുക്ക് IIT ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമ ലെവൽ എക്സാമുകളൊക്കെ പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്കതിന് പറയാനില്ല. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്താൽ മതി. IIT സിലബസ് ആണെങ്കിൽ ഈ ഒരു നിമി മാത്രം ഫോളോ ചെയ്താൽ മതി എന്ന് നമുക്ക് 100% ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സിലബസ് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന സിലബസ് ആയതുകൊണ്ടും ഇതെല്ലാം കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒഫീഷ്യലി നിമി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്നത്, ഈവൻ RRB പോലും ഫോളോ ചെയ്യുന്നത് നിമിയുടെ സിലബസാണ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിപ്ലോമ ലെവലിലോ അല്ലെങ്കിൽ BTech ലെവലിലോ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സ്പെസിഫിക് പബ്ലിക്കേഷൻസോ ഒരു സ്പെസിഫിക് പുസ്തകമോ ഒഫീഷ്യലി നമുക്ക് പറയാനില്ല. മറിച്ച് പ്രൈവറ്റ് പബ്ലിഷേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓതേഴ്സുകളുണ്ട്. പ്രൈവറ്റ് പബ്ലിഷേഴ്സ് ആയിട്ട് ഡിപ്ലോമ ലെവലിൽ നമ്മൾ സിലബസിൻ്റെ കൂടെ പറയുന്ന കുറച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത്തരം ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ നമുക്ക് ഇവിടെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1-2 എക്സാമ്പിൾസ് മാത്രമാണ്. ആ ഒരു ടെക്സ്റ്റ് ബുക്കെ ഞാൻ റെഫർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുക ഒന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ പല ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ടാവും. എങ്കിലും ഒന്ന് തെരേജ ഒരു നല്ല ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ തെരേജ 4 വോള്യത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണെന്ന് പറയുന്നത്. അതും അത്ര ഡെപ്തിൽ തെരേജയുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വേണം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെരേജയിലൊക്കെ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വളരെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ തെരേജയിലെ നമ്മളുടെ ഈ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് തെരേജ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ JB ഗുപ്തയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷേ JB ഗുപ്തയ്ക്ക് പലതരം ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ JB ഗുപ്ത കാറ്റ്സൺ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിപ്ലോമ ലെവലിലേക്ക് വരുന്ന ഒരു ഏരിയയിൽ വരുന്ന കണ്ടന്റ് വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പ്രിഫർ ചെയ്യുക. അതല്ലെങ്കിൽ രാജ്പുത്ത്, ഇത് 3ഉം എല്ലാം ഉൾക്കൊണ്ട് വരുന്ന പുസ്തകങ്ങളാണ്. ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്, അതേപോലെ മെഹ്ത, ഇതൊക്കെ ഒരു കംപ്ലീറ്റ് സിലബസ് അല്ലെങ്കിൽ ഏകദേശം 90% വരുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ഇത്തരം ഓതേഴ്സിൻ്റെ. പക്ഷേ ആ പുസ്തകങ്ങൾ മുഴുവൻ വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ പുസ്തകങ്ങളിലെല്ലാം കുറച്ച് ഡെപ്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഈ ഓരോ കണ്ടന്റുകൾക്കും ഓരോരോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളെയും പേര് പറയുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പുസ്തകം നിങ്ങൾ വാങ്ങിക്കുന്നു എന്നതിലല്ല, നമ്മൾ എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇതിൻ്റെ PDF വേർഷൻസൊക്കെ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. ബുക്കുകളും അവൈലബിൾ ആണ്. PDF വേർഷൻ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കോപ്പിറൈറ്റഡ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. ദെൻ ഇത്രയാണ് നമുക്ക് റെഫർ ചെയ്യാവുന്ന കുറച്ച് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ പറഞ്ഞു 6 മാസക്കാലത്തിനുള്ളിൽ നമ്മളൊരു കൃത്യമായ പാറ്റേണോട് കൂടി കൃത്യമായ ഷെഡ്യൂളോട് കൂടി നല്ല ഒരു പ്രാക്ടീസോട് കൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടോപ്പിക് വൈസ് കൃത്യമായ റീഡിങ് നമുക്കുണ്ടായിരിക്കണം. കൃത്യമായ റീഡിങ് എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എക്സാമുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എക്സാമുകളൊക്കെ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി വളരെ കുറച്ച് മാത്രം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിനെ പറ്റി 4-5 കൺസെപ്റ്റുകൾ നമുക്ക് അറിഞ്ഞാൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ വായന വേണം. ആ ടോപ്പിക്കിനെ പറ്റി കൃത്യമായൊരു വായന നമുക്കുണ്ടായിരിക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. കൃത്യമായ ഇൻ്റർവെല്ലിലുള്ള ഒരു ടോപ്പിക്കിൻ്റെ റിവിഷൻ. നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട്, 15 ദിവസം കഴിഞ്ഞിട്ട്, 30 ദിവസം കഴിഞ്ഞിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ അത് ഫിക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല, അത് മറന്നുപോകും. അപ്പോഴാണ് നമ്മൾ മറന്നു പോകുന്നതും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നതും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ അടുത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. എങ്കിലും സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ പ്രധാന മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അത് വരും. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകരുത്, വളരെ ഷോർട്ടായിട്ട്. കാരണം നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ സെൽഫ് നോട്ട്സ് എന്ന് പറയേണ്ടത്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ MCQ ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ്.
ഈ പറയുന്ന ഈ പുസ്തകങ്ങളിൽ തന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഠിച്ച തിയറി കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം പുതിയ പാറ്റേണിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ വളരെ റെയർ എന്നല്ല, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ പുതിയ പാറ്റേണിൽ. പക്ഷേ എങ്കിലും ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യണം. അതിന് പുറമെ എത്രത്തോളം പുറകോട്ട് നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റും, എത്രത്തോളം പ്രീവിയസ് ഇയറിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അത്രത്തോളം സോൾവ് ചെയ്യുക. അത് വെറുതെ സോൾവ് ചെയ്താൽ പോരാ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ആൻസർ പഠിക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ആൻസർ പഠിക്കുക. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യം, ഒരുപക്ഷെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് 2-3 ദിവസങ്ങൾ വേണ്ടി വരും. ഇത്തരത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതല്ല, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യനെ ബന്ധപ്പെട്ട ടോപ്പിക്ക് റെഫർ ചെയ്ത് അതുപോലെ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക, അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്താണെന്ന് നോക്കുക, അത്തരത്തിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് കുറച്ച് ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണത്, കാരണം ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നമ്മളൊരു 5-10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ 5-10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 90% ചോദ്യങ്ങളും നമുക്ക് ഫെമിലിയർ ആയിരിക്കും. 90% ചോദ്യങ്ങളും നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള, ഞാൻ പറയുന്നത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക്ക് പോയി എടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക എന്നൊക്കെ പറയുന്നത്. അത്രയും എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കുന്നതുകൊണ്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത ഒരു 10 കഴിഞ്ഞിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 90% നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും സാധനം. ക്ലിയർ? അപ്പോൾ അത് ശ്രമിച്ചു നോക്കുക അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം അത്തരത്തിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. കാരണം അതിനകത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറിനുള്ളിൽ പറയാൻ പറ്റുന്ന, ഒരു ടൈം ലിമിറ്റിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിന് പുറത്തും ഉണ്ട്, അതും ഓർത്തിരിക്കുക. പറ്റുന്നതൊക്കെ കളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ടോപ്പിക്ക് വൈസ് ആയിട്ടുള്ള നിങ്ങൾ നന്നായിട്ട് വായിക്കണം, റിവിഷൻ ചെയ്യണം, നോട്ട്സ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നു, കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടെ മറ്റ് സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് PSCകൾ, അതേപോലെ തന്നെ SSCയുടെ ക്വസ്റ്റ്യൻസ്, SSCയുടെ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, SSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ SSCയുടെ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല. ഈ ഒരു ലെവലിൽ വരുന്നത് നമ്മൾ അത്യാവശ്യം കേരള PSC കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ട്രിപ്പിൾ മാസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സിലബസ് വരുമ്പോഴേക്ക് ഏകദേശമൊക്കെ കവർ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മുഴുവൻ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ പ്രീമിയം അതേപോലെ തന്നെ പെയ്ഡ് ബാച്ചിലായിരിക്കും മുഴുവൻ വീഡിയോസും ഉണ്ടാവുക. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇടുന്നതായിരിക്കും. ഇനി നിങ്ങൾ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 9778139987 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ 25 പേരുടെ ഒരു ബാച്ച് മാത്രമേ ചെയ്യുള്ളൂ. 25 പേർക്ക് മാത്രം അവരെ പേഴ്സണലൈസ് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ബാച്ച് മുന്നോട്ട് പോവുക. അതിൽ കൂടുതൽ ആളുകൾ നമ്മൾ ചെയ്യില്ല. വൈ? ബിക്കോസ് ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അതുകൊണ്ടാണ്. പിന്നെ വളരെ പേഴ്സണൽ മെൻറ്ററോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ടോപ്പിക് വൈസ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ നോട്ട്സ് തരുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ പ്ലാന്. മൊത്തം ഫീസ് വരുന്നത് 750 റുപ്പീസാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ടോട്ടൽ കോഴ്സ് ഫീ ആണ് 750 എന്ന് പറയുന്നത്, അല്ലാതെ ഒരു മന്ത് ഫീയോ ഒന്നുമല്ല. ടോട്ടൽ കോഴ്സ് ഫീ 750 ആണ്. പക്ഷേ ഓൺലി 25 സീറ്റ്സ് മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.